സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നടയടച്ച സംഭവത്തിൽ തന്ത്രിയോട് വിശദീകരണം തേടാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. തന്ത്രിയുടെ നടപടി സുപ്രീംകോടതി വിധിയുടെ അന്തസത്തയ്ക്കെതിരെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞു. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ദേവസ്വം ബോർഡ് മീറ്റിംഗ് അവസാനിച്ചു കഴിഞ്ഞോ? എന്താണ് ബോർഡ് തീരുമാനം? തന്ത്രിക്കെതിരെ എന്താണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്? ദേവസ്വം ബോർഡ് യോഗം കഴിഞ്ഞു. ദേവസ്വം ബോർഡിന്റെ തീരുമാനം ശബരിമല തന്ത്രി സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ ചെയ്തിരുന്നു. ഈ നടപടി സുപ്രീം കോടതിയുടെ വിധിക്കെതിരാണ്. അതിന്റെ അന്തസത്ത യോജിക്കുന്നതല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ഈ നോട്ടീസ് അടുത്ത ദിവസം തന്നെ തന്ത്രിക്ക് കൈമാറും. പ്രധാനമായും 15 ദിവസം നൽകിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ മറുപടി 15 ദിവസം സ്വാഭാവികമായി കുറച്ച് ദിവസങ്ങളിലൂടെ പൂജ നടക്കണമല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയത്. പ്രധാനമായും അതുതന്നെയാണ് ദേവസ്വം ബോർഡും പരിഗണിച്ചത്. തന്ത്രിക്ക് അടിയന്തരമായി മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും തന്ത്രിയുമായി ഒരു പ്രശ്നമുണ്ടായാൽ ഇപ്പോൾ ശബരിമല പൂജ നടക്കുകയാണ്. ഈ പൂജയ്ക്കിടയിൽ തന്ത്രി മാറിയാലുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്താണ് 15 ദിവസം ദേവസ്വം ബോർഡ് നൽകിയതെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ദിവസം തന്നെ തന്ത്രിക്ക് നോട്ടീസ് നൽകും. സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസത്ത യോജിക്കുന്നതല്ല തന്ത്രിയുടെ നിലപാട് എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡും അസംതൃപ്തമായി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി കിരൺ, തന്ത്രിയോട് വിശദീകരണം തേടാൻ ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. തന്ത്രി 15 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.